ഗാസ മുനമ്പിലെ ഹമാസ് ഭരണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതി. ഓഗസ്റ്റ് 7 രാത്രി മുഴുവൻ നീണ്ടുനിന്ന യോഗത്തിന് ശേഷമാണ് ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ച ഈ പദ്ധതിക്ക് പിന്നിൽ വ്യക്തമായൊരു ദീർഘകാല ലക്ഷ്യവുമുണ്ട്. ആദ്യം ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക, പിന്നീട് ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സേനകൾക്ക് ഭരണം കൈമാറുക. ഈ നീക്കം ഇസ്രയേലിന്റെ സൈനിക നടപടികളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് നിരവധി പേർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഈ തീരുമാനത്തിനെതിരെ ഇസ്രയേലിന്റെ അകത്തും പുറത്തും ശക്തമായ എതിർപ്പുകളാണ് ഉയർന്നിട്ടുള്ളത്. റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് ഇസ്രയേലിന്റെ ഉന്നത സൈനിക ജനറൽമാർക്ക് ഈ പദ്ധതിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. ഹമാസിന്റെ പിടിയിലുള്ള ഏകദേശം 20 ബന്ദികളുടെ ജീവൻ ഈ നീക്കം കൂടുതൽ അപകടത്തിലാക്കുമെന്നും കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് ഇത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും അവർ വാദിക്കുന്നു. സൈനിക വിജയത്തെക്കാൾ രാഷ്ട്രീയ വിജയം ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ബന്ദികളുടെ കുടുംബങ്ങൾ ഈ തീരുമാനത്തെ എതിർക്കുന്നവരിൽ മുൻപന്തിയിലുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയമാണ് അവരുടെ പ്രധാന ആശങ്ക. സൈനികർ നടപടികൾ കൂടുതൽ തീവ്രമാക്കുമ്പോൾ ഹമാസ് ബന്ദികളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ സാധ്യതയുണ്ടെന്നും അവർ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിന് മുൻഗണന നൽകുന്നതിന് പകരം സൈനിക നടപടികൾക്ക് പ്രാധാന്യം നൽകുന്നത് അവർക്ക് നിരാശയുണ്ടാക്കുന്നു. നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനത്തെ ഹമാസ് ശക്തമായി എതിർക്കുന്നുമുണ്ട്. ഇസ്രയേലുമായി ബന്ധമുള്ള ഏതൊരു ഭരണകൂടത്തെയും അധിനിവേശ സേനയായി കണക്കാക്കുമെന്നും പലസ്തീനികൾക്കിടയിൽ അങ്ങനെ ഒരു ഭരണകൂടത്തിന് വിശ്വാസം നേടാൻ കഴിയില്ലെന്നും ഹമാസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കമായാണ് അവർ ഇതിനെ കാണുന്നത്. ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ പ്രതികരണം നിർണായകമാണ്. ജോർദാൻ പോലുള്ള അയൽ രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. പലസ്തീനികൾ സമ്മതിക്കുന്നതും തീരുമാനിക്കുന്നതും മാത്രമേ അറബികൾ പിന്തുണയ്ക്കൂ എന്ന് ഒരു ജോർദാനിയൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് ഈ വിഷയത്തിൽ ഇസ്രയേലിന് അറബ് ലോകത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. പലസ്തീനികളുടെ താൽപര്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനും അറബ് രാജ്യങ്ങൾ അംഗീകാരം നൽകില്ലെന്ന് ഈ പ്രസ്താവന വ്യക്തമാക്കുന്നു. നെതന്യാഹുവിന്റെ ഈ പദ്ധതി ഗാസയുടെ ഭാവി കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കാനാണ് സാധ്യതയും. ആഭ്യന്തരവും അന്താരാഷ്ട്രപരവുമായ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതും എളുപ്പമായിരിക്കില്ല. ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഗാസയിലെ ജനങ്ങൾ കടുത്ത ഭക്ഷ്യജലക്ഷാമം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യോമമാർഗം സഹായം എത്തിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ നീക്കത്തെ ഒരു PR സ്റ്റണ്ട് മാത്രമായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ സഹായം ആവശ്യമുള്ളവരിലേക്ക് എത്തുന്നില്ലെന്നും ഈ പ്രവർത്തനങ്ങൾ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. വിമാനങ്ങളിൽ നിന്ന് താഴെയിടുന്ന സഹായപ്പെട്ടികൾ പലപ്പോഴും സായുധ സംഘങ്ങൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ആളുകളെ വെടിവെച്ചും ഈ സംഘങ്ങൾ സഹായങ്ങൾ കൈക്കലാക്കുന്നുമുണ്ട്. പിന്നീട് ഈ സാധനങ്ങൾ മാർക്കറ്റിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കപ്പെടുന്നു. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന് 20 ഷെക്കൽ, അതായത് ഏകദേശം $5 വരെ വില ഈടാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. വ്യോമസഹായം പലപ്പോഴും ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സഹായപ്പെട്ടികൾ അഭയാർത്ഥികളുടെ കൂടാരങ്ങളിൽ വീണ് പാരച്യൂട്ടുകൾ തുറക്കാതെ താഴേക്ക് പതിച്ചും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു സംഭവത്തിൽ സഹായപ്പെട്ടി വീണ് ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കടലിൽ നിന്ന് പെട്ടികൾ എടുക്കാൻ ശ്രമിക്കവെയും തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സംഭവങ്ങളും ഉണ്ടായി. ഇസ്രയേലിന്റെ ഈ നീക്കത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം കുറയ്ക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ഗാസയിലെ പട്ടിണി മറച്ചുവെച്ച് തങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഈ എയർ ഡ്രോപ്പുകൾ ഉപയോഗിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് കരമാർഗം സഹായം വിതരണം ചെയ്യാൻ അതിർത്തി തുറന്നു കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗം. ഒരു ട്രക്കിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്ര സാധനങ്ങൾ ഒരു വ്യോമ പദ്ധതിയിലൂടെ എത്തിക്കാൻ സാധിക്കില്ല. ആയിരക്കണക്കിന് ട്രക്കുകൾ അതിർത്തിയിൽ കാത്തുകിടക്കുമ്പോൾ എയർ ഡ്രോപ്പുകൾ നടത്തുന്നത് ഒരു പ്രഹസനം മാത്രമാണെന്നും അവർ ആരോപിക്കുന്നു. ചരിത്രപരമായി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും നടന്ന എയർ ഡ്രോപ്പുകളും ഫലപ്രദമായിരുന്നില്ല. സഹായങ്ങൾ തെറ്റായ ആളുകളുടെ കൈകളിൽ എത്തുകയോ അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തതായി അന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ അനുഭവങ്ങൾ മുൻനിർത്തി ഇസ്രയേൽ നടത്തുന്ന ഈ വ്യോമ പദ്ധതികൾ മാനുഷിക സഹായത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും വ്യക്തമാണ്. ഈ 2 നീക്കങ്ങളും ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കാനും മേഖലയിലെ സമാധാനം കൂടുതൽ അകറ്റാനും മാത്രമേ സഹായിക്കൂ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായവും. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഈ തീരുമാനങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ശക്തമാകുന്നുണ്ട്. ഗാസയുടെ ഭാവി ഇനിയും അനിശ്ചിതത്വത്തിലാണ് തുടരുന്നത്.